എനിക്കെന്നെ മോളോടെ ജീവിച്ച് കൊതി തീർന്നില്ല. എല്ലാവരും ഒന്ന് സഹായിക്കുക, എല്ലാവരും കൂടി ഒന്നുകൂടി സഹായിക്കുക. നിങ്ങളായിട്ട് തന്ന ജീവിതമാണ്. എൻ്റെ കരൾ മാറ്റി വയ്ക്കൽ 2 മാസം മുന്നേ കഴിഞ്ഞതാണ്. കരളിൻ്റെ അവിടെ പഴുപ്പായിട്ട് വീണ്ടും ഓപ്പൺ സർജറി ചെയ്തു. ഒരു 16 ദിവസമായി ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട്. ഒരു 9.5 ലക്ഷം റുപ്യോളം ബില്ല് ഇപ്പോൾ അടയ്ക്കാണ്ട്. മരുന്നിന് വരെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഒന്നും വിൽക്കാനും ഇല്ല, സ്വന്തമായിട്ട് വീടില്ല. ആകെയുള്ളതൊരു മോളാണ്, 10 വയസ്സായിട്ടുള്ളൂ. മോളുടെ കൂടെ ജീവിച്ച് കൊതി പോലും തീർന്നിട്ടില്ല. ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒന്നുകൂടി സഹായിക്കണം. ലക്ഷങ്ങളോളം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചിലവാക്കി കഴിഞ്ഞു. 2 മാസം മുന്നേ ആൾക്ക് കരൾ മാറ്റിവെക്കൽ കഴിഞ്ഞതാണ്. ഞാനാണ് കരൾ കൊടുത്തത്. 16 ദിവസമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട്. 3 പ്രാവശ്യം ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്നു. ലിവറിൽ പഴുപ്പാണെന്ന്, ലിവറിൻ്റെ സൈഡ് പഴുപ്പ് കെട്ടി നിന്നിട്ടെന്നാണ് പറയുന്നത്. രണ്ടാമത് വീണ്ടും ഓപ്പൺ സർജറി ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയായിട്ട് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ബില്ലായി കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി വിൽക്കാനോ അതിനൊന്നുമില്ല, വീട് വരെ ഇല്ല. പിന്നെ ആകെയുള്ളതൊരു മോളാണ്, 11 വയസ്സാണ്. അപ്പം എനിക്കെന്നെ മോളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് സഹായിക്കുക. നമസ്കാരം, ഞാൻ സാദിഖ് കച്ചേരിയാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ പഞ്ചായത്തിലെ മത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സതീഷിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു.